ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൾക്ക് കൊടുക്കുന്ന പൈസയൊക്കെ ചേർത്ത് വെച്ച് അവിടെ നിന്ന് തൊണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് നിറഞ്ഞ് കിടക്കുകയാണ്. നിറഞ്ഞിട്ട് ഇപ്പോൾ അത് ഇടാൻ തല്ലാത്തതുകൊണ്ട് ഇന്നത് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. സോ എത്രത്തോളം പൈസ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ കൊടുത്ത പൈസ തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് തൊണ്ട് പൊളിച്ചിട്ട് അത് എത്ര പൈസ ഉണ്ടെന്ന് നമുക്ക് കാണില്ല. ആദ്യം നമ്മൾ ഇതിൻ്റെ ഞാൻ കൊടുത്ത ആളെ ഞാൻ കാണിച്ചു തരാം. അവളിപ്പോൾ എല്ലാം നിറഞ്ഞിപ്പോൾ തൊണ്ട് നിറഞ്ഞതിന് ശേഷം ഇടാൻ സ്ഥലമില്ല പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പൊളിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇതാ ഞാൻ ഇതിൻ്റെ ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. കണ്ടോ? ഹലോ, തൊണ്ടൊക്കെ നിറഞ്ഞാ? അപ്പോൾ ഇന്ന് ഞങ്ങൾ തൊണ്ട് നിറഞ്ഞ എല്ലാം തൊണ്ട് കാണിച്ചാൽ പോട്ടെ. തൊണ്ട് കാണിച്ചേ. ഓക്കെ, ഇതെങ്ങനെയാണ് പൈസ എടുത്തത്? ഓ, ബാക്കിൽ ഡോർമാർ ഓപ്പൺ ചെയ്താ? ഓപ്പൺ ചെയ്ത് കാശെല്ലാം ഞങ്ങളിതാ ഇതിലേക്ക് കൊട്ടിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ്, ഇതാണ് മൊത്തം കാശ്. ഇവിടെ അമ്മയും മോളും എല്ലാവരും കൂടി ചേർന്ന് എണ്ണയാണ്. ഏകദേശം 1,00,000 സംതിങ് ഒക്കെ ഉണ്ടാവുമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ അതൊന്നും ഉണ്ടാവില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ കാശൊക്കെ ഇന്ന് എണ്ണയാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് ഒരു വലിയൊരു ചിലവുണ്ട്. ഞങ്ങൾ റോഡ് വലുതാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് കാശ് കൊടുക്കണം. അപ്പോൾ ഈ തൊണ്ടൊക്കെ ഞങ്ങൾ പൊളിച്ച് അതിൻ്റെ കാശൊക്കെ ചേർത്തിട്ടാണ് റോഡ് വലുതാക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തിൻ്റെ കാശ് കൊടുക്കാൻ പോണത്. അതിന് നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ആ കാശ് മൊത്തം അതിന് കൊടുക്കാൻ പോവാണ്. നാളെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിലേക്ക് കാറ് വരും. സോ അതിനുള്ള സംരംഭത്തിൻ്റെ ആദ്യ ഗഡുവായ ഈ പൈസ ഞങ്ങൾ എത്ര എണ്ണിയെന്ന് നോക്കിയ ശേഷം ഞാനിതിൽ അപ്ലോഡ് ചെയ്യാം. ഇവളൊരിക്കൽ തൊണ്ടുണ്ട്, ഇവൾ ചോദിച്ചിട്ട് തരുന്നേ ഇല്ല. ഹലോ, ഇങ്ങോട്ട് നോക്ക്, ഇതാണ് മൂത്ത ആള്. തൊണ്ട് ചോദിച്ചാൽ തൊണ്ട് തരുന്നേ ഇല്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അത്രേ. അവൾക്ക് വീട്ടിലേക്ക് കാറ് വന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും പൈസകളുണ്ട്. എല്ലാവരും എണ്ണയാണ്. നിൻ്റെ കയ്യിൽ എത്രയായി? ഇടയ്ക്കിടയ്ക്ക് എണ്ണീട്ട് മടിയിലോട്ട് അടിയിലേക്ക് പോരുത് കേട്ടോ. എല്ലാവരും എണ്ണിക്കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് അവിടെ സെറ്റ് ചെയ്യണം. കാരണം ഇവർ കാലിൻ്റെ അടിയിലേക്ക് കയറ്റി വയ്ക്കും. അപ്പോൾ എല്ലാം എണ്ണിയതിന് ശേഷം ഞങ്ങൾ ഇതിലെ കാശുകൾ എത്രയാണെന്ന് പറയുന്നതായിരിക്കും. ഇതാണ് കാശ്. ഓക്കെ, ബൈ. കാശെല്ലാം കൂട്ടിയ ശേഷം ഞങ്ങൾ പറയാം.